പ്രിയരേ, നമ്മളീ ലോകത്തിൽ ഇനി കാണില്ല. പ്രിയരേ, നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ. പിരിയാം ഇപ്പോൾ കാണാം അവിടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയിരിക്കുന്ന ആവശ്യത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് അദ്ദേഹത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനും ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ പാപമോചനം കൊടുക്കണമേ എന്നും ഇദ്ദേഹത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. ആലസ്യരുടെ വേർപാടിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങൾക്കും സഹോദരങ്ങൾക്കും പ്രിയപ്പെട്ട ഓരോരുത്തർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ തിരുവചന പ്രകാരമാണ്, നിങ്ങൾ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്നിട്ട് ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ വഴിയാണ്, സത്യമാണ്, ജീവനാണ്. ഈ ലോകജീവിതത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് തന്നെയാണ് ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ, സത്യത്തിൻ്റെ മാർഗത്തിലൂടെ, സ്നേഹത്തിലൂടെ മുന്നേറുക എന്നത് തന്നെയാണ്. ജീവിതകാലത്ത് ഇദ്ദേഹത്തോട് ലഭിച്ച അനുഗ്രഹം നന്ദി പറയുന്നതോടൊപ്പം തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ പാപമോചനം കൊടുക്കാൻ ഇവർത്തേക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ പ്രതീക്ഷയോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ സ്ഥാനം ലഭിച്ചിട്ടുള്ള വിശ്വാസത്തോടെ ഈ സഹോദരൻ നമുക്ക് യാത്രയാക്കാം. നമുക്ക് എല്ലാവർക്കും ഈ തിരുക്കർമ്മങ്ങളിൽ ഭക്തിപൂർവ്വം പങ്കുചേർന്നുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് യാത്രയാക്കാം. അനുദപിക്കുന്ന പാപിയോർജിച്ച സങ്കേതമായ ദൈവമേ, പാപമോചനത്തിനായി പരനീരനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്വതദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങനെ ബഹുമാനത്തിന് ഞങ്ങളുടെ പാപമോചനത്തിനായി ചന്ദ്രത്തിരികളെ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരണത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. യഥോർന്ന നീ ആകാശത്തിന്റെയും ഭൂമിയിലെ രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര.
മനുഷ്യജീവിതം പൊടിക്ക് തുല്യമാകുന്നു, വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു, അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നതിന്റെ മേലെന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പുൽക്കൊടിക്ക് തുല്യമാകുന്നു, മണ്ണിൽ നിന്ന് നാദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നതിലെ കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. നിരദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നിർഭനാം മിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസനു വരമെന്നരുളേണം. വലിയവനും തുത്യർഹനുമാകുന്നു, ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ, ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾക്കരുളുക നവജീവൻ. വാഗ്ദാനത്തിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു, വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യനു മർത്യത പുണരുന്നു, ക്ഷയമുള്ളോ നക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. ചിറകുവിടർത്തി അവരെ സ്വീകരിക്കുന്നു, അമ്പരവീതിയിൽ അഖിലേശൻ മിശിഹാരാജനെഴുന്നള്ളും. പരിശുദ്ധന്മാരണിയണിയായി എതിരേൽപ്പിന്നു നിരന്നീരും. ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടും അവരെല്ലാം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്രീകാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശിക്കാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്നും നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്നും ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്ത സമയം അടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രൻ ആയതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരം അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറകളോട് അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധി ഉയർപ്പിനുമായി പുറത്തു വരും. സഹോദരന്റെ 7 കർമ്മങ്ങൾ നാളെ കാലത്ത് ജീവിതത്തിൽ കൂടി, അതോടൊപ്പം തന്നെ സെമിത്തേരിയിലെ ഓഫീസും ആ വീട്ടിലെ വീട്ടിൽ ഉണ്ടായിരിക്കും. നല്ല കാര്യം നമ്മളെല്ലാവരെയും അറിയിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ ശിക്ഷിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും കന്യാമറത്ത് പറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിതറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മറ്റൊരു നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി
സർവ്വത്തിന്റെ പിതാവായ ദൈവത്തെ വാഴ്ത്തിരിക്കുന്നു. അവർ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. മരണം വരുമൊരു നാളോർക്കുക മർത്യാദി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാദി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാദി എന്തിനു കരയുന്നു, വ്യാകുലമാനസനായി എന്തിനു നീറുന്നു, തിരമാലകളാൽ തിങ്ങി ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാദി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാദി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം ചെയ്തോ, ഞാൻ പൂർത്തിയാക്കി എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ ഈ ദിവസം ഞാൻ നീക്കുമാറാകട്ടെ. വിശുദ്ധരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്ന ധ്യാനത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എത്ര വേഗം പണിയിലേക്ക് നമുക്ക് നീങ്ങാം. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയണിക്കായി നൽകിയ വസതി, പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം നരനരുടേതാൻ കഴിവില്ലാത്തോടൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ നണയത്തെ ഞാൻ അന്തിമയാത്ര. എന്നോളേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്ര ഇതാ ഞാൻ ചോദിക്കുന്നു, നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാലനമാം ദൈവിക ഭവനം പോകും നേരം. സ്നേഹാർദ്രതയായ പ്രിയജനമേ, അനുദിനമലിവോടോക്കണമേ. പള്ളിയിൽ പോകാനുള്ള ദയവ് പള്ളിയിലേക്ക് പറയാനില്ല. പള്ളിയിൽ പോകാനുള്ള ദയവ് ചെയ്ത് പള്ളിയിലേക്ക് പോകാൻ ശ്രദ്ധിക്കുക. ഓടിപ്പോയി ഞാൻ ജീവൻ പകരും ശാന്തിയിൽ മകളെ പൊയ്ക്കൊള്ളുക നീ, പാപത്തിനു ഞാൻ മാപ്പേകുന്നു.
അവർ വിളിക്കും കാകളനാദം ഇതടയ്ക്കോ അടച്ചോ വിശുദ്ധർ കണ്ടകാലത്തിൽ പ്രകാശമുതി വിട്ടുവലഞ്ഞു ഞാൻ മേലോകവാഴ്ചയിൽ ദുരസ്ഥന അല്പായുഷ്കാലമീ ലോകത്തിൽ വാസം ഞാൻ പുല്ലോടു തുല്യമായി കാണുന്നിപ്പോ ഞാൻ വസിച്ച ഭവനത്തോടും ഞാൻ ജീവിച്ച സമൂഹത്തോടും എന്റെ ബന്ധുമിത്രാദികളോടും എന്റെ സഹോദരീ സഹോദരങ്ങളോടും ഞാനിതാ യാത്ര ചോദിക്കുന്നു. യഹോവ എനിക്കായി ഒരുക്കിയ ആ ഭവനത്തിലേക്കു ഞാനിതാ യാത്രയാകുന്നു. ആ ഭവനത്തിൽ ചെന്ന് എന്റെ നാഥനോടൊത്തുറങ്ങുവാൻ സ്വർഗത്തിലെ മാലാഖമാർ എന്നെ മാടി വിളിക്കുന്നു. എല്ലാ സാമർത്ഥ്യവും പുല്ലിന്റെ പൂ പോലെ എല്ലാ പ്രൗഢത്വ അവന്റെ നാമമേറ്റു ധന്യമാകുന്നു. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുതേശൻ പുനരുദ്ധാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പാതനുമേവം സുതനും ോഹാക്കും കീർത്തനമെന്നും ഞങ്ങൾ അണയ്ക്കുന്നു. ആഭിമതന്നേക്കും ഈശോനാഥ മരണമുയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം.
സത്യത്തോടെ ലോകം വായിക്കുന്ന നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലങ്ങളാ ദൈവത്തെ പ്രസാദിപ്പിച്ചയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഏൽപ്പിക്കുന്ന എല്ലാവർക്കും സൗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താൽ തന്നെ മാതാക ഞങ്ങൾ ഇതിന് പ്രാർത്ഥനയാലും വിശികാവിലോട്ടുകൂടിയാലും ഇന്നലെ വളർത്തി വാർത്ത നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാറ്റുകൾ ഞങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉത്താനം പ്രതീക്ഷകളിൽ മരിച്ചവരെ അർപ്പിക്കാനുണ്ട് എന്ന് തോന്നാം. ഈ ആകാശത്തിന്റെ പുതിയ രാജാവും ജീവന്റെയും മനത്തിന്റെ നാഥനും പിതാവും മുതലും പരിശുദ്ധാത്മാവുമായ വൈദ്യുതമായ പരിപാടി ഞങ്ങൾ ആരാധിക്കുന്നതുകൊണ്ട് ഞങ്ങൾ മനോദയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്താനത്തിന്റെ ശരീരങ്ങളുടെ മോട്ടമണിയിക്കുന്നു. ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും മുതലും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കുദാശകളാൽ എൻ്റെ ആത്മാവിൽ കൃപാവരം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയപാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്നാകുന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സഹോദരൻ നമ്മെ സൃഷ്ടിക്കുകയും അതിവിദ്യാരാത്യം മനസ്സുയർപ്പിച്ച് അക്ഷരാപ്പൻ ചെയ്യുകയും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും മുൾക്കൊടി പോലെ ഉടമായി കേൾക്കാം പുനരുത്ഥാനം നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ സർ പതുക്കാർന്നാ മതി. Jordan, ini apa? Thank you. Thank you. പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഒപ്പം കളിക്കുക മഞ്ഞിനേക്കാൾ ധന്യവളനാകും. നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യാന്തി പൊടിയാകുന്ന പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെ നാഥനാദേവം ഉയർപ്പിന് മാത്രത്തിന്റെ അവസാന ദിവസത്തിന് നിന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിഷ്ണുദാശകത്തിന്റെ ന്യായത്തിൽ സഹായിക്കുമാറാവട്ടെ. ഇവന്റെ മലത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യാന്തി പൊടിയാകുന്ന പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. അവനിക്ക് പൊറുതി കൊടുത്താൽ വിശദീകരിച്ച കർത്താവ് ഞാൻ കേട്ടാൽ മരിച്ചവരെ വിശദീകരിക്കണം. വിമാനാകവനെ സ്തുതിക്കാൻ ഔദ്യോഗികരാക്കണമേ. യുവതിയെ മനത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരിച്ചവരെ അർപ്പിക്കുന്നതിന് അവർക്ക് വ്യത്യാസപ്പെടുന്ന കർത്താവ് നിങ്ങളെ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. യുവതിയെ മനത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും.
മനുജനുഭാഗ്യം പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. കർത്താവ്യ ശബ്ദം മഹനീയമായ നീതിയുദ്ദേശത്തിൽ ഒരുക്കുന്നതിന് വലിയ വാസം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറത്തുന്നവനും കരുണയുമാനുമായ വലിയ കർത്താവ് ഇവന്റെ മതത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യപുറം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നത് യാപകം പരിപാലിക്കണമേ, ഉദാഹരണം ഉദ്ദേശിക്കാൻ മരണം പറഞ്ഞവരെ മറ്റുള്ളവരെ അർപ്പിക്കണമേ. ജീവന്റെ മതത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നാഥനും ദൈവവുമായ മിശിഹായി അനിത്യമാനോട് വിശുദ്ധനോട് ഉത്കൃഷ്ടമായ ഏർപ്പം നിത്യജീവനും സ്വർഗീയ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മളിന്ന് വേർപെട്ടു പോയ മത്സരത്തിൽ അന്നത്തെ അനുഗമിക്കുകയും നമ്മുടെ സംസ്കാരത്തിൽ സഹകരിക്കാനും ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളെ വസിക്കട്ടെ. അവിടുത്തെ കാര്യത്തിൽ നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പുല്ലുപോലെ മർത്യന്റെ ദേഹത്തിൽ എന്തോരു വൈശിഷ്ട്യം, എന്തിനു ദേഹത്തിൽ ചാഞ്ചാടുന്നു. നീ സന്ധ്യ വരെ ജീവിച്ചിരിക്കുകയില്ലെന്ന് രാവിലെ നീ മനസ്സിൽ കരുതിക്കൊള്ളുക. സന്ധ്യയാകുമ്പോൾ വെളുക്കുവോളം ജീവിക്കുമെന്നും മനസ്സിൽ കരുതേണ്ട. ആകയാൽ എപ്പോഴും ഒരുങ്ങിയിരിക്കുക. മരണം ഒരുക്കമില്ലാത്തവനായി ഒരിക്കലും നിന്നെ കണ്ടുമുട്ടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ഹേ മനുഷ്യ, നിനക്ക് ഒരു ദിവസം പോലും നിശ്ചയമില്ലാത്തപ്പോൾ ദീർഘനാൾ ജീവിക്കുമെന്ന് നീ വിചാരിക്കുന്നത് എന്തിന്? ആ വീട്ടിൽ ചെന്നു ഞാൻ എന്നേക്കും പാർക്കും. ആ വീട്ടിൽ മൃത്യുവിൻ ഇല്ലോർ വഴി. 10,000 കോടി ദൂതന്മാരും മധ്യേ ഞാൻ കർത്താവേശുവിൻ കൂടെ വാഴും. കാണാമെനിക്കെന്റെ
രക്ഷിതാവേ നിന്റെ തങ്കമുഖം എൻ്റെ താതൻ രാജി കാണാമേനിക്കെൻ്റെ രക്ഷിതാവേ നിന്റെ തങ്കമുഖം എൻ്റെ താതൻ രാജി